നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഹിന്ദുവിനെയോ പശുവിനെയോ ഒന്നും തൊട്ടാൽ ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. ഇവിടെ അങ്ങനെ ഒരു നിയമമേ ഇല്ല എന്ന് സിനിമാ നടിമാരടക്കമുള്ളവർ ഇറങ്ങി പറയുകയും ചെയ്യും. ഭക്ഷ്യസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകും. ഇപ്പോൾ വയനാടിനായി പന്നിയിറച്ചി ഫെസ്റ്റുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നു. നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനവുമായി മതനിരപേക്ഷതയെ തകർക്കുന്നു എന്ന് ആരോപണമുയരുകയാണ്. ഒളിച്ചു കടത്തുന്ന മതനിന്ദയാണ് ഇതെന്നാണ് നാസർ ഫൈസി കൂടത്തായി ആരോപിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ പന്നിയിറച്ചി ചലഞ്ചുമായി ഡിവൈഎഫ്ഐ വന്നിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദയാണെന്ന് ആരോപിച്ച് സമസ്ത രംഗത്ത്. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ധനസമാഹരണത്തിനായാണ് ഡിവൈഎഫ്ഐ പന്നിയിറച്ചി വിൽപ്പന നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് സമസ്ത നേതാവായ നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തിയിരിക്കുന്നത്. പന്നിയിറച്ചി വിൽപ്പനയിലൂടെ മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസമാണ് നടപ്പാകുന്നതെന്നും വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് എന്നുമൊക്കെയാണ് ഇവരുടെ വാദം. അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതക്കാരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെയാണ് പന്നിയിറച്ചി വിൽപ്പന. ഇറച്ചി വാങ്ങൂ, പണം വയനാടിന് നൽകൂ എന്ന ആശയവുമായി നടത്തുന്ന ചലഞ്ചിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. കിലോയ്ക്ക് 375 രൂപ നിരക്കിൽ ഇതിനകം 500 കിലോയിലേറെ ഇറച്ചിക്ക് ഓർഡർ ലഭിച്ചതായി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് പറയുന്നു. ഇന്നും നാളെയുമായി കൂടുതൽ പേർ ഇതുമായി സഹകരിക്കും. 2 ലക്ഷം രൂപയിൽ കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നാണ് പറയുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിത സംഭവ വികാസവുമായി സംസ്ഥയും മുന്നോട്ട് വരുന്നത്. ഏതായാലും പശുവിനെ തൊട്ടാൽ ഒരു പ്രശ്നവുമില്ല, എന്നാൽ പന്നിയെ തൊട്ടാൽ വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ ഇപ്പോൾ ഇവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്.